2020 ലോകകപ്പിൽ ഇന്ത്യ സൂപ്പർ 8 യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി 22-നാണ് ഇന്ത്യയുടെ സൂപ്പർ 8 പോരാട്ടങ്ങൾ തുടങ്ങുക. അതിനു മുമ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്ക് ഇനി ഒരു മത്സരം കൂടി കളിക്കാനുണ്ട്. ഫെബ്രുവരി 18 നടക്കുന്ന മത്സരത്തിൽ നെതർലൻഡ്സ് ആണ് ഇന്ത്യയുടെ എതിരാളികൾ. ഈ മത്സരത്തിൽ സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് പരിശോധിക്കാം. സൂപ്പർ 8 യോഗ്യത ഉറപ്പിച്ചതിനാൽ അടുത്ത മത്സരത്തിൽ ഇന്ത്യയുടെ ഫലം മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കില്ല. എങ്കിലും മികച്ച വിജയം നേടി സമ്പൂർണ്ണ ആധിപത്യത്തോടെ ഗ്രൂപ്പ് ഘട്ടം കടക്കാനാണ് ഇന്ത്യൻ ടീം ആഗ്രഹിക്കുന്നത്. സൂപ്പർ 8-ന് മുമ്പ് പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകാനുള്ള അവസരം ഇന്ത്യൻ ടീമിനുണ്ട്. ഓപ്പണർമാരിൽ ആർക്കെങ്കിലും വിശ്രമം അനുവദിച്ച് ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിക്കുമെന്നാണ് ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യം. എന്നാൽ അഭിഷേക് ഫോമില്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ താരത്തെ മാറ്റി നിർത്താൻ ഒരു സാധ്യതയുമില്ല. 2 മത്സരങ്ങളിലും ഡെക്കായി പുറത്തായ അഭിഷേകിന് ഫോമിലേക്ക് തിരിച്ചെത്താനുള്ള അവസരമാണ് നെതർലൻഡ്സിനെതിരെയുള്ള മത്സരം. കാരണം സൂപ്പർ 8-ൽ അഭിഷേകിന്റെ പ്രകടനം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ലോകകപ്പിലെ ആദ്യ 3 മത്സരങ്ങൾ കളിച്ച് അഭിഷേക് മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നെങ്കിൽ ഇന്ത്യ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ താരത്തിന് പകരം സഞ്ജുവിനെ കളിപ്പിക്കുമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ഫോമിൽ എത്തിയില്ലെന്ന് മാത്രമല്ല, കളിച്ച 2 മത്സരങ്ങളിലും അക്കൗണ്ട് തുറക്കാൻ പോലും അഭിഷേകിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അഭിഷേകിന് ഇപ്പോൾ വിശ്രമമല്ല, ഫോമിലെത്താനുള്ള ഒരു അവസരമാണ് ലഭിക്കേണ്ടത്. മറ്റൊരു സാധ്യത ഇഷാൻ കിഷന് വിശ്രമം നൽകി സഞ്ജുവിന് അവസരം കൊടുക്കുക എന്നതാണ്. എന്നാൽ സൂപ്പർ 8-ൽ ഇന്ത്യയുടെ കരുത്തായി മാറേണ്ട ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അഭിഷേക് ഇഷാൻ സഖ്യം. അത്യാവശ്യ ഘട്ടങ്ങളില്ലാതെ ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ അഭിഷേകിന് അസുഖം ബാധിച്ചതിനാൽ സഞ്ജുവിന് ഇന്ത്യ അവസരം നൽകിയിരുന്നു. 2 മത്സരങ്ങളിലും അഭിഷേക് റണ്ണെടുക്കാതെ പുറത്തതിനാൽ ഇരുവരും തമ്മിലുള്ള മികച്ചൊരു കൂട്ടുകെട്ട് ഇതുവരെ ലോകകപ്പിൽ പിറന്നിട്ടില്ല. നെതർലൻഡ്സിനെതിരെ അത്തരമൊരു കൂട്ടുകെട്ട് പിറക്കുകയാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരെയും ഓപ്പണറുമായി തന്നെ കളിപ്പിക്കാനായിരിക്കും ഇന്ത്യൻ ടീം തയ്യാറാവുക. സഞ്ജുവിന് ഇനി ഈ ലോകകപ്പിൽ കളിക്കാനുള്ള അവസരം ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയിട്ടും ഒരു മത്സരത്തിൽ പോലും സഞ്ജു കളിച്ചിരുന്നില്ല. ഇത്തവണ നമീബിയക്കെതിരെ കളിക്കാൻ സഞ്ജുവിന് ഒരു അവസരം ലഭിച്ചു. നെതർലൻഡ്സിനെതിരെ നടക്കുന്ന മത്സരത്തിൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യ ജസ്പ്രീത് ബൂംറയ്ക്ക് വിശ്രമം അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് മുമ്പ് മറ്റേതെങ്കിലും താരങ്ങൾക്ക് ഇന്ത്യ വിശ്രമം അനുവദിക്കുമോ എന്ന കാര്യം കാത്തിരുന്ന് കണ്ടറിയാം. സൂപ്പർ 8-ൽ ഫെബ്രുവരി 22-ന് ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഈ മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുക. ഫെബ്രുവരി 26-ന് ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയോ സിംബാബ്വേയോ ഇന്ത്യയുടെ എതിരാളികളായി മാറും. മാർച്ച് 1-ന് വെസ്റ്റ് ഇൻഡീസിനെതിരാണ് ഇന്ത്യയുടെ 3ാമത്തെ സൂപ്പർ 8 മത്സരം നടക്കുക. ഗ്രൂപ്പിൽ ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ സെമിഫൈനലിലേക്ക് കുതിക്കും. അതേസമയം ലോകകപ്പിൽ വൻ നാണക്കേടിലേക്കാണ് ഓസ്ട്രേലിയ നീങ്ങുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റ് മാത്രമാണ് ഓസ്ട്രേലിയയുടെ സമ്പാദ്യം. ശ്രീലങ്കയും അയർലൻഡ്സും ഒമാനും കൂടി ഉൾപ്പെട്ട ഗ്രൂപ്പ് ബിയിൽ കരുത്തു പുറത്തെടുക്കുന്നത് സിംബാബ്വേയാണ്. ഓസ്ട്രേലിയയെ തോൽപ്പിച്ച സിംബാബ്വേയാണ് ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്ത്. ശ്രീലങ്കയോട് കൂടി ഓസ്ട്രേലിയ തോറ്റതോടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുകയെന്ന വലിയ നാണക്കേടാണ് ഓസ്ട്രേലിയൻ ടീമിനെ കാത്തിരിക്കുന്നത്. ഓസ്ട്രേലിയ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായാൽ ഇന്ത്യയുടെ ഒരു ഗ്ലാമർ പോരാട്ടമാണ് ആരാധകർക്ക് നഷ്ടമാവുക. ഇത്തവണ ലോകകപ്പിന്റെ സൂപ്പർ 8 ഗ്രൂപ്പിനായി പ്രീ സീഡിംഗ് നടത്തിയിരുന്നു. പ്രമുഖ ടീമുകളെല്ലാം യോഗ്യത നേടുമെന്ന ധാരണയിൽ നേരത്തെ തന്നെ ടീമുകളെ ഗ്രൂപ്പുകളായി തരംതിരിച്ചിരുന്നു. ഇവരിൽ ഏതെങ്കിലും ഒരു ടീം യോഗ്യത നേടിയില്ലെങ്കിൽ പകരം ഏത് ടീമാണ് യോഗ്യത നേടുന്നത് അവർ ആ ഗ്രൂപ്പിലേക്ക് എത്തും. അതായത് ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, ഓസ്ട്രേലിയ തുടങ്ങിയ ടീമുകൾ ഗ്രൂപ്പ് ഘട്ടം കടന്നാൽ ഏത് പൊസിഷനാണെങ്കിലും അവർ സൂപ്പർ 8 ഗ്രൂപ്പ് 1-ലാണ് ഉൾപ്പെടുക. ഇതിൽ ഓസ്ട്രേലിയക്ക് പകരം സിംബാബ്വെ സൂപ്പർ 8 യോഗ്യത നേടിയാൽ അവരായിരിക്കും ഈ ഗ്രൂപ്പിലെത്തുക. നിലവിൽ ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, വിൻഡീസ് എന്നീ ടീമുകളാണ് സൂപ്പർ 8 യോഗ്യത ഉറപ്പിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയാണോ സിംബാബ്വെയാണോ സൂപ്പർ 8-ൽ കടക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്ന് നടക്കുന്ന സിംബാബ്വെ അയർലൻഡ് പോരാട്ടം ഏറെ നിർണായകമായി മാറും. ഈ മത്സരത്തിൽ അയർലൻഡിനെ തോൽപ്പിക്കാനായാൽ സിംബാബ്വെ സൂപ്പർ 8-ൽ കടക്കും. ഇതോടെ ഇന്ത്യ ഓസ്ട്രേലിയ ഗ്ലാമർ പോരാട്ടം ഈ ലോകകപ്പിന് നഷ്ടമായി മാറുകയും ചെയ്യും. ആരാധകർ കാത്തിരിക്കുന്ന ഈ മത്സരത്തിന് പകരം ഇന്ത്യ സിംബാബ്വെ പോരാട്ടമായിരിക്കും നടക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.